അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത പരീക്ഷ ലിസാനുൽ ഖുർആനാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കിതാബാണ് ലിസാനുൽ ഖുർആൻ. ലിസാനുൽ ഖുർആനിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എത്ര പാഠങ്ങളാണ് പഠിക്കേണ്ടത്? 4 പാഠങ്ങളാണ്. ഹാദാ ഖലമി, ഇലൽ മസ്ജിദി, മജല്ലത്തുൻ ബിഖത്തിൽ യദി, ഫിക്റത്തുൻ റായിഅത്തുൻ എന്നീ 4 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഒന്നാമത്തെ പാഠം ഹാദാ ഖലമി എന്നുള്ള പാഠം 2ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിന്റെ ആവർത്തനമാണ്. രണ്ടാമത്തെ പാഠം ഇലൽ മസ്ജിദി എന്നുള്ളതിൽ മുദാരി ആയ ഫിഅലിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ മജല്ലത്തുൻ ബിഖത്തിൽ യദി എന്നുള്ള പാഠത്തിൽ മുൻഫസിലായ ലമീറുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. 4ാമത്തെ ഫിക്റത്തുൻ റായിഅത്തുൻ എന്നുള്ള പാഠത്തിൽ അദവാത്തുൽ ഇസ്തിഫ്ഹാം, അറബിയിലുള്ള ചോദ്യ വാക്കുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ 4 പാഠങ്ങളുടെയും ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുകയും എല്ലാ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടക്കത്തിൽ ഒരു ദുആ തന്നിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കാനുള്ള ദുആ അല്ല. അദ്ഊക യാ റബ്ബി യാ ആലിമൽ ഗൈബി യസ്സിർ വസിദ് ഇൽമി ബിൽ ഫഹ്മി വൽ അദബി വർഹം അബി ഉമ്മി വഹ്ഫദ്ഹുമാ റബ്ബി വഫിഖ് ലി ഉസ്താദി തൈസീറ അബ്വാബി യാ റബ്ബി ജമ്മിൽനി ബിലിസാനിയൽ അറബി അർജൂക യാ റബ്ബി തഖ്വാക ഫീ ഖൽബി. ഇത് വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കാനുള്ളതല്ല, ജസ്റ്റ് ദുആ ചെയ്തു പോകാനുള്ളതാണ്. ഇനി ഒന്നാമത്തെ പാഠം അദ്ദർസുൽ അവ്വലു ഹാദാ ഖലമി. ഹാദാ ഇത്, ഖലമി എന്റെ പേനയാണ്. ഇത് വിദ്യാർത്ഥികൾ കഴിഞ്ഞ 2ാം ക്ലാസ്സിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. 2ാം ക്ലാസ്സിൽ ലിസാനുൽ ഖുർആനിൽ പഠിച്ച ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ആവർത്തനമായി വന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്? അന എന്നുള്ള പ്രയോഗം. അന എന്ന് പറഞ്ഞാൽ ഞാൻ. അൻത, അൻതി രണ്ടിന്റെയും അർത്ഥം നീ എന്ന് തന്നെയാണ്. പക്ഷേ ആൺകുട്ടിയോടാണെങ്കിൽ അൻത എന്നും പെൺകുട്ടിയോടാണെങ്കിൽ അൻതി എന്നും. ഹാദ, ഹാദിഹി രണ്ടിന്റെയും അർത്ഥം ഇത് എന്ന് തന്നെയാണ്. എന്താണ് വ്യത്യാസം? ഹാദ എന്നുള്ളത് പുല്ലിംഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഉദാഹരണം, ആൺകുട്ടിയാണെങ്കിൽ ഹാദ ബാസിമുൻ, ഇനി പെൺകുട്ടിയാണെങ്കിൽ ഹാദിഹി ഫാത്തിമ. അങ്ങനെ പുല്ലിംഗം സ്ത്രീലിംഗം എന്നുള്ള വ്യത്യാസമാണ് ഉള്ളത്. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, കൊട്ടയിൽ, മേശയിൽ, പോക്കറ്റിൽ, ഇൽ എന്നുള്ള അർത്ഥത്തിനാണ് ഫി എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അല എന്ന് പറഞ്ഞാൽ മുകളിൽ, അലത്താവില ടേബിളിന്റെ മുകളിൽ എന്നുള്ള അർത്ഥത്തിനാണ് അല എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ദാലിക, തിൽക ഇത് രണ്ടിന്റെയും അർത്ഥം അത് എന്നാണ്. ഹാദാ, ഹാദിഹി എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ദാലിക, തിൽക. ഇവിടെയും വ്യത്യാസം എന്താണ്? ദാലിക എന്നുള്ളത് പുല്ലിംഗത്തിന് ഉപയോഗിക്കുന്നു. ഉദാഹരണം, ദാലിക ബാസിമുൻ അത് ബാസിമാണ്, അല്ലെങ്കിൽ തിൽക ഫാത്തിമ ആണാണെങ്കിൽ ദാലിക എന്നും, തിൽക എന്നാണെങ്കിൽ ഫാത്തിമ എന്നാണെങ്കിൽ തിൽക എന്നും ഉപയോഗിക്കുന്നു. മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അർത്ഥം. മൻ എന്ന് പറഞ്ഞാൽ ആര്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ. അബി ഖലമി ഒരു വസ്തുവിലേക്ക് യാവ് കൂട്ടുമ്പോൾ, ഉദാഹരണം ഖലമുൻ പേന, അതിലേക്ക് നമ്മൾ യാവ് കൂട്ടി ഖലമി എന്ന് പറയുന്ന സമയത്ത് എന്റെ പേന എന്നുള്ള അർത്ഥം ലഭിക്കുന്നു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം 2ാം ക്ലാസ്സിൽ പഠിച്ച വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പമായിരിക്കും. നമുക്ക് പാഠത്തിലേക്കൊന്ന് പ്രവേശിക്കാം. ഹാദാ ഖലമി എന്തായിരിക്കും അർത്ഥം? ഇത് എന്റെ പേനയാകുന്നു. ഇവിടെ ഈ ചിത്രങ്ങൾ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുക. ഒന്നാമതായി ഈ ആൺകുട്ടി പറയുകയാണ് അനദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാകുന്നു. എന്നിട്ട് അവൻ പെൺകുട്ടിയോട് പറയാണ് അൻതി ഉഖ്തി, അൻതി ഉഖ്തി നീ എന്റെ സഹോദരിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അൻതി എന്ന് പറഞ്ഞത്? അവൻ അവളോടാണ് പറയുന്നത്. പെൺകുട്ടിയാണെങ്കിൽ അൻതി എന്നാണ് പ്രയോഗിക്കേണ്ടത്. അൻതി ഉഖ്തി നീ എന്റെ സഹോദരിയാകുന്നു. ഇനി പെൺകുട്ടി പറയാണ് അനദാരിസത്തുൻ ഞാൻ വിദ്യാർത്ഥിനിയാണ്. പെൺകുട്ടി ഇവനോട് പറയാണ് അൻത അഹി നീ എന്റെ സഹോദരനാണ്. അപ്പൊ ഇവൻ ആണായത് കൊണ്ടാണ് അൻത എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ ഇതിന്റെയൊക്കെ അർത്ഥങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കണം.
രണ്ടാമത്തത് ഹാദ ഖലമി, ഇത് എന്റെ പേനയാകുന്നു. ഖലമി എന്ന് യാ ചേർത്ത് കൊടുക്കുമ്പോൾ എന്റെ എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോൾ ഹാദ ഇത് ഖലമി എന്റെ പേനയാകുന്നു. കണ്ടോ, പേനയിലേക്ക് ചൂണ്ടിയാണ് സംസാരിക്കുന്നത്. അൽ ഖലമു പേനയാകുന്നത് എവിടെയാണ്? ഫിൽ ജൈബി പോക്കറ്റിലാണ്. ഫി എന്നുള്ളതിന്റെ അർത്ഥം ഇൽ എന്നുള്ള അർത്ഥമാണ്. ഫിൽ ജൈബി പോക്കറ്റിലാണ്. ഇനി അടുത്തത് ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചക്കുട്ടിയാണ് അല്ലെങ്കിൽ ഇത് പൂച്ചയാണ്. ഹാദിഹി ഹിറത്തുൻ, അപ്പോൾ പൂച്ച മുഅന്നസ് ആയതുകൊണ്ട് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഹാദിഹി എന്നുള്ളത് കൊടുത്തത്. ഇനി അൽ ഹിറത്തു പൂച്ച എവിടെയാണ്? അലഷജറത്തി, അലഷജറത്തി എവിടെയാണ്? മരത്തിന്റെ മുകളിലാണ്. മുകളിൽ എന്നുള്ള അർത്ഥത്തിനാണ് അല എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് മൻ ഹാദ, മൻ എന്ന് പറഞ്ഞാൽ ആര്? ഹാദ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്. അപ്പോൾ മൻ ഹാദ ആരാണിത്? ഇനി അത് പെൺകുട്ടികളാണ് ചോദിക്കുന്നതെങ്കിൽ മൻ ഹാദിഹി ആരാണിത്? രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. പുല്ലിംഗം സ്ത്രീലിംഗം എന്നുള്ള വ്യത്യാസമാണ് ഉള്ളത്. ഇനി ഹാദ അബി, ഇത് എന്റെ ഉപ്പയാകുന്നു. ഇനി ഉമ്മയാണെങ്കിലോ ഹാദിഹി ഉമ്മി, ഇത് എന്റെ ഉമ്മയാകുന്നു. ഈ രൂപത്തിൽ അർത്ഥവ്യത്യാസങ്ങൾ വരുന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ദാലിക്കയും തിൽക്കയും അത് രണ്ടിന്റെയും അർത്ഥം പറഞ്ഞു. രണ്ടിന്റെയും അർത്ഥം എന്ത് തന്നെയാണ്? അത് എന്ന് തന്നെയാണ്. അതിന്റെ മുമ്പിലേക്ക് മാ ചേർത്ത് കൊടുക്കുമ്പോൾ എന്ത് എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോൾ മാ ദാലിക്ക എന്തായിരിക്കും അർത്ഥം? ദാലിക്ക എന്ന് പറഞ്ഞാൽ അത്, നമ്മുടെ മുമ്പിൽ നിന്ന് കുറച്ച് ദൂരത്തുള്ള സാധനം. ദാലിക്ക അത്. ഹാദാ ഹാദിഹി എന്നുള്ളത് അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്നു. ദാലിക്കയും തിൽക്കയും കുറച്ച് ദൂരത്തുള്ളതിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ മാ ദാലിക്ക എന്താണത്? എന്നിട്ട് അതിന്റെ ഉത്തരം പറയാണ് ദാലിക്ക ദീകുൻ, അത് പൂവൻ കോഴിയാണ്. ഇനി മാ തിൽക്ക എന്താണ് അത്? അതും അർത്ഥം അത് തന്നെയാണ്. പക്ഷെ പെടക്കോഴിയെ ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മാ തിൽക്ക, അപ്പൊ പെടക്കോഴി സ്ത്രീലിംഗമാണ്, മുഅന്നസ് ആണ്, അതുകൊണ്ടാണ് തിൽക്ക എന്ന് ഉപയോഗിച്ചത്. മാ തിൽക്ക എന്താണത്? തിൽക്ക ദജാജത്തുൻ, അത് പെടക്കോഴിയാണ്. ഇവിടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാനുള്ളത്, ഇതുപോലെ ചോദ്യം തരികയാണെങ്കിൽ എന്താണോ എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതേ വാക്കുകൊണ്ടാണ് നമ്മുടെ ഉത്തരം തുടങ്ങേണ്ടത്. കണ്ടോ, മാ ദാലിക എന്താണത്? അപ്പൊ ദാലിക കൊണ്ടല്ലേ ചോദ്യം അവസാനിച്ചത്. ഉത്തരം തുടങ്ങേണ്ടത് ദാലിക കൊണ്ടാണ്. ദാലിക ദീകുൻ. മാ തിൽക്ക എന്താണത്? കണ്ടോ, തിൽക്ക കൊണ്ട് ഉത്തരം തുടങ്ങുന്നു. തിൽക്ക ദജാജത്തുൻ. അപ്പോൾ എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ഉത്തരം തുടങ്ങേണ്ടത്. ഇനി ഐന, ഐന എന്ന് പറഞ്ഞാൽ എവിടെ? ഐനൽ ഹക്കീബത്തു, ബാഗ് എവിടെയാണ്? ചിത്രത്തിൽ നോക്ക്, ബാഗ് എവിടെയാണുള്ളത്? ബാഗ് ടേബിളിന്റെ മുകളിലാണ്. അൽ ഹക്കീബത്തു അല താവില, ഇവിടെയും എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ഉത്തരം തുടങ്ങേണ്ടത്. അൽ ഹക്കീബത്തു അല താവിലത്തി, ബാഗ് ടേബിളിന്റെ മുകളിലാണ്. ഇനി ഐനൽ കിതാബു, കിതാബ് എവിടെയാണ്? പുസ്തകം എവിടെയാണ്? അൽ കിതാബു ഫിൽ ഹക്കീബത്തി, കിതാബ് ബാഗിലാണ്. ഇനി ഇവിടെ വേറൊരു വിഷയം പഠിക്കാനുള്ളത്, 1 മുതൽ 10 വരെ എണ്ണാൻ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഇന്ദി എന്റെ അടുക്കലുണ്ട്, ജവ്വാലുൻ വാഹിദുൻ ഒരു മൊബൈലുണ്ട്. അപ്പൊ വാഹിദ് എന്ന് പറഞ്ഞാൽ 1. ഇന്ദി എന്റെ അടുക്കലുണ്ട്, കലമാനി ഇസ്നാനി 2 പേനകളുണ്ട്. അപ്പോൾ ഇസ്നാനി എന്ന് പറയുമ്പോൾ 2, വാഹിദ് ഇസ്നാനി. ഇനി ഇന്ദി എന്റെ അടുക്കലുണ്ട്, സലാസത്തു കുതുബിൻ 3 കിതാബുകളുണ്ട്, 3 പുസ്തകങ്ങളുണ്ട്. അപ്പൊ സലാസ എന്ന് പറയുമ്പോൾ 3. വലി എനിക്കുണ്ട്, അർബഅത്തു അസ്ദിഖാ 4 കൂട്ടുകാരുണ്ട്. അർബഅ എന്ന് പറയുമ്പോൾ 4. ഫി മദ്രസത്തി എന്റെ മദ്രസയിലുണ്ട്, ഖംസത്തു അസാതിദ 5 ഉസ്താദുമാരുണ്ട്. അപ്പൊ ഖംസ എന്ന് പറയുമ്പോൾ 5. ഇന്ദി എന്റെ അടുക്കലുണ്ട്, സിത്തത്തു അക്ലാമിൻ 6 പേനകളുണ്ട്. സിത്ത എന്ന് പറയുമ്പോൾ 6. ഫി സഫി എന്റെ ക്ലാസ്സിലുണ്ട്, സബ്അത്തു ഔലാദിൻ 7 ആൺകുട്ടികളുണ്ട്. സബ്അ എന്ന് പറയുമ്പോൾ 7. ഫീഹി എന്റെ ക്ലാസ്സിലുണ്ട്, സമാനിയത്തു കറാസിൻ എത്ര? 8 കസേരകളുണ്ട്. അപ്പോൾ സമാനിയ എന്ന് പറയുമ്പോൾ 8. വലി മദ്രസത്തി എന്റെ മദ്രസക്കുണ്ട്, തിസ്അത്തു അബ്വാബിൻ 9 വാതിലുകളുണ്ട്. തിസ്അ എന്ന് പറയുമ്പോൾ 9. വലഹ മദ്രസക്കുണ്ട്, അശറത്തു ശബാബീക് 10 ജനാലകളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ, അശറ. ഇങ്ങനെ 1 മുതൽ 10 വരെ അറബിയിൽ എണ്ണാനും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത് അന, അൻത, അൻതി, ഹാദ, ഹാദിഹി, ഫി, അല,
ദാലിക തിൽക മാ മൻ ഐന അബി ഖലമി. ഇത്രയും പ്രയോഗങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി നുകമ്മിലു ബിൽ മുനാസിബി കമാ ഫിൽ മിസാൽ. ഇവിടെ താഴെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. കണ്ടോ, ഹാദിഹി ബഖറത്തുൻ ഡാഷ് ബഖറത്തുൻ, ബ്രാക്കറ്റിൽ ഹാദാ ഹാദിഹി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഹാദിഹി കൊടുത്തത്? ബഖറത്തുൻ എന്നുള്ളത് മുഅന്നസ് ആണ്, സ്ത്രീലിംഗമാണ്, പെണ്ണാണ്. അതുകൊണ്ടാണ് ഹാദിഹി എന്നുള്ളത് കൊടുത്തത്. ഈ മുഅന്നസ് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തിൽ ഹാത്ത ഉള്ളത് മുഅന്നസ് ആയിരിക്കും, അതിനനുസരിച്ചുള്ള തുടക്കത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി രണ്ടാമത്തത് ഡാഷ് സദീഖി. ഏതാ വരിക? സദീഖ്, കൂട്ടുകാരൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഡാഷ് സദീഖി ബ്രാക്കറ്റിൽ ഹാദിഹി ഹാദ, ഇത് എന്റെ കൂട്ടുകാരനാണ് എന്നാ കിട്ടേണ്ടത്. ഏതാ വേണ്ടത്? കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ആണല്ലേ, അപ്പോൾ ഹാദ സദീഖി. രണ്ടാമത്തത് ഡാഷ് ദജാജത്തുൻ, അത് പിടക്കോഴിയാണ് എന്ന് കിട്ടണം. കണ്ടോ, ദജാജത്തുൻ എന്നുള്ളത് അവസാനിക്കുന്നത് ഹാത്തായിലല്ലേ, അത് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. തിൽക ദജാജത്തുൻ, അത് പിടക്കോഴിയാണ്. ഇനി മൂന്നാമത്തത് ഡാഷ് ദാരിസത്തുൻ, അതും വിദ്യാർത്ഥിനി, അവസാനിക്കുന്നത് ഹാത്തായിലല്ലേ. അൻതി, അൻതി എന്നുള്ളതാണ് മുഅന്നസിന് ഉപയോഗിക്കുന്നത്. അൻതി ദാരിസത്തുൻ, അൻത എന്നുമുണ്ട് അൻതി എന്നുമുണ്ട്. ഇവിടെ അൻതി എന്നാണ് കൊടുക്കേണ്ടത്, കാരണം അൻതി എന്നുള്ളതാണ് മുഅന്നസിനെ സൂചിപ്പിക്കുന്നത്. ഇനി നാലാമത്തത് ഡാഷ് ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാൻ വിദ്യാർത്ഥിയാണ്. ഏതാ വേണ്ടത്? അന ദാരിസുൻ. ഈ രൂപത്തിൽ അതിനെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി നസിലു യാ വനക്തുബു കമാ ഫിൽ മിസാൽ, എല്ലാറ്റിനും യാ കൊടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഉദാഹരണം ഹാദാ അബുൻ, ഇത് ഉപ്പയാകുന്നു. ഇനി എന്താണ് കിട്ടേണ്ടത്? ഹാദാ അബി, ഇത് എന്റെ ഉപ്പയാകുന്നു. അപ്പോൾ യാ കൂട്ടി കൊടുക്കുമ്പോൾ എന്റെ എന്നുള്ള അർത്ഥം കിട്ടും. അങ്ങനെ ബാക്കിയുള്ളത് എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത് ഹാദിഹി ഉമ്മുൻ, ഇത് ഉമ്മയാകുന്നു. ഇനി ഹാദിഹി ഉമ്മി, ഇത് എന്റെ ഉമ്മയാകുന്നു. ദാലിക കിതാബുൻ, അത് കിതാബാണ്. ഇനി ദാലിക കിതാബി, അത് എന്റെ കിതാബാകുന്നു. തിൽക ഹിറത്തുൻ, അത് പൂച്ചയാണ്. ഇനി തിൽക ഹിറത്തി, അത് എന്റെ പൂച്ചയാകുന്നു. ഹിയ ഉഖ്തുൻ, അവള് സഹോദരിയാണ്. ഇനി ഹിയ ഉഖ്തി, അവൾ എന്റെ സഹോദരിയാണ്. ഹുവ സദീഖുൻ, അവൻ കൂട്ടുകാരനാണ്. ഹുവ സദീഖി, അവൻ എന്റെ കൂട്ടുകാരനാണ്. അങ്ങനെ എല്ലാം എന്റെ എന്റെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയുള്ള യാ ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നഅദ്ദുൽ അഷിയാ വനക്തുബുഹാ ബിൽ അർഖാമി വബിൽ ഹുറൂഫി കമാ ഫിൽ മിസാൽ. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, അതുപോലെ താഴെയുള്ളത് എഴുതുകയാണ് വേണ്ടത്. ഏതൊക്കെയാണ് വസ്തുക്കൾ? ഒന്നാമത്തെ കോളത്തിൽ 3 പേനകളുണ്ട്. 3-ന് നമ്മൾ അറബിയിൽ എന്താണ് പറയുക? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സലാസത്തുൻ. അപ്പൊ 3 എന്ന് അക്കത്തിലും പിന്നെ ഹർഫിൽ സലാസത്തുൻ എന്നും എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് രണ്ടാമത്തെ കോളത്തിൽ എത്ര വെണ്ടക്കയുണ്ട്? അവിടെ 8 വെണ്ടക്കയുണ്ട്. അപ്പോൾ 8 എന്ന് ഇങ്ങനെ അറബിയിൽ എഴുതുക. 8-ന് എന്താണ് അറബിയിൽ പറയുക? സമാനിയ. സമാനിയ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ സമാനിയ എന്ന് മൂന്നാമത്തെ കോളത്തിൽ എഴുതുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തത് എത്ര സിഞ്ചാബുണ്ട്? അവിടെ എത്ര എണ്ണാനുണ്ട്? 4 എണ്ണമുണ്ട്. അപ്പോൾ 4 എന്ന് ഇതുപോലെ അറബിയിൽ എഴുതുക. 4-ന് എന്താണ് അറബിയിൽ പറയുക? അർബഅത്തുൻ എന്നാണ് പറയുക. ഇനി അടുത്തത് 9 മാങ്ങകളുണ്ട്. 9 മാങ്ങകളുണ്ട്. 9 എന്ന് അറബിയിൽ ഇങ്ങനെ എഴുതുക. 9-ന് നമ്മൾ എന്താ പഠിച്ചത്? തിസ്അ എന്ന് അക്കത്തിൽ ഇതുപോലെ എഴുതുക. ഇനി എത്ര പെൻസിലുകളുണ്ട്? 10 പെൻസിലുകളുണ്ട്. 10 എന്ന് അറബിയിൽ എഴുതുക. 10-ന് എന്താണ് അറബിയിൽ പറയുക? അഷറ എന്നും മൂന്നാമത്തെ കോളത്തിൽ എഴുതുക. ഈ രൂപത്തിൽ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇനി നസ്അലു ബിൽ മുനാസിബി. ഒന്നാമത്തത് എന്താണ്? യോജിച്ച ചോദ്യവാക്ക് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ മുകളിൽ ചോദ്യവാക്കുകൾ പഠിച്ചിട്ടുണ്ട്. മാ, മൻ, ഐന, ഇതൊക്കെയാണ് ചോദ്യവാക്കുകൾ. അതിനനുസരിച്ചുള്ളത് യോജിച്ചത് കൊടുക്കുകയാണ് വേണ്ടത്. ഡാഷ് അൽ ഹിറത്തു, ബ്രാക്കറ്റിൽ മാ എന്നുമുണ്ട് ഐന എന്നുമുണ്ട്. മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്, ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ്. അപ്പോൾ അൽ ഹിറത്തു, ഡാഷ് അൽ ഹിറത്തു, പൂച്ച എവിടെയാണ് എന്നാണ് ചോദിക്കേണ്ടത്. ഏതാണ് വരിക? ഐന. ഐനൽ ഹിറത്തു, പൂച്ച എവിടെയാണ്. രണ്ടാമത്തത് ഡാഷ് ഹാദ, ബ്രാക്കറ്റിൽ ഐന എന്നുമുണ്ട് മൻ എന്നുമുണ്ട്. ഐന ഹാദ, എവിടെ ഇത് അങ്ങനെ ചോദിക്കോ. പിന്നെ മൻ ഹാദ, മൻ ഹാദ, ആരാണ് ഇത് എന്നാണ് അവിടെ ചോദിക്കേണ്ടത്. അപ്പൊ മൻ എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കണം. ഇനി മൂന്നാമത്തത് ഡാഷ് ദാലിക, എന്താണത് എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് എന്നുള്ളതിന് ഏതാണ്? മാ ദാലിക. നാലാമത്തത് ഡാഷ് ഹാദിഹി,
ഹാദിഹി എന്ന് പറയുമ്പോൾ അത് ഒരു പെണ്ണിനെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പോ മൻ ഹാദിഹി, ആരാണിത്, മൻ ഹാദിഹി, ഈ രൂപത്തിൽ ശരിയായ ചോദ്യവാക്കുകൾ കൊടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി നഖറഉ മിനൽ ഖുർആനി വനുലാഹിദുൽ കലിമാത്ത് അൽ മുലവ്വന, താഴെയുള്ള ഖുർആൻ ആയത്തിൽ നിന്ന് പ്രത്യേകം കളർ ചെയ്യപ്പെട്ട വാക്കുകൾ മനസ്സിലാക്കുക. വ അന മിനൽ മുസ്ലിമീൻ, അവിടെ വ അന, അന എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് ഞാൻ എന്നുള്ള അർത്ഥം. അൻതൽ അലീമുൽ ഹകീം, അവിടെ അൻത എന്ന് നമ്മൾ പഠിച്ചു, നീ എന്നുള്ള അർത്ഥം. ഹാദാ ബയാനുൽ ലിന്നാസ്, ഹാദാ ഇത് എന്നുള്ള പ്രയോഗം നമ്മൾ പഠിച്ചു. ഐന ശുറകാഉകും, ഐന എവിടെ എന്നുള്ള പ്രയോഗം നമ്മൾ പഠിച്ചു. വലാ തഖറബാ ഹാദിഹി ഷജറ, ഹാദിഹി ഇത് എന്നുള്ള പ്രയോഗം നമ്മൾ നേരത്തെ പഠിച്ചു. വഅലൈഹാ വഅലൽ ഫുൽകി, അവിടെ അല മുകളിൽ എന്നുള്ള അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൻ ദല്ലദീ യശ്ഫഉ, മൻ ആര് എന്നുള്ള പ്രയോഗം പഠിച്ചിട്ടുണ്ട്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി, അവിടെ ദാലിക അത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, അവിടെ മാ എന്ത് എന്നുള്ള പ്രയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം 2ാം ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതൊന്നും കൂടെ ആവർത്തിച്ചു വന്നു എന്ന് മാത്രം. വിദ്യാർത്ഥികൾ ഈ പ്രയോഗങ്ങളൊക്കെ അർത്ഥസഹിതം തന്നെ പഠിക്കുക. ഇതാണ് 1ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് അദ്ദർസു സാനി, 2ാമത്തെ പാഠം ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മുളാരി ആയ ഫിഅലിനെ കുറിച്ചാണ്. നിങ്ങൾ ചെറിയ കുട്ടികളാണ്, മുളാരി ആയ ഫിഅലിനെ കുറിച്ച് വിശദമായി പഠിക്കാനൊന്നുമില്ല. മറിച്ച് ചെറിയ രൂപത്തിൽ എന്താണ് മുളാരി ആയ ഫിഅല് എന്ന് മനസ്സിലാക്കുകയാണ് ഈ പാഠത്തിലൂടെ ചെയ്യേണ്ടത്. മുളാരി ആയ ഫിഅല് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടക്കാനുള്ളത്, അതെങ്ങനെയാണ് നമ്മൾ അറബിയിൽ പറയുക? അതിനാണ് മുളാരി ആയ ഫിഅല് എന്ന് പറയുന്നത്. ഈ മുളാരി ആയ ഫിഅല് തുടങ്ങുന്നത് ഒന്നുകിൽ യാ കൊണ്ടായിരിക്കും. ഇനി സ്ത്രീകൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അത് താ കൊണ്ടായിരിക്കും. അങ്ങനെ യാ കൊണ്ടോ താ കൊണ്ടോ തുടങ്ങുന്ന ഫിഅലുകൾ, ഫിഅല് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ, അതിനാണ് മുളാരി ആയ ഫിഅല് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഈ പാഠത്തിലേക്കൊന്ന് കിടക്കാം. യസ്മഉ മാജിദുൻ അൽ അദാന, യസ്മഉ, ഇവിടെ ഈ പ്രത്യേകം കളർ ചെയ്യപ്പെട്ട വാക്കുകൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യസ്മഉ മാജിദുൻ അൽ അദാന, യസ്മഉ കേൾക്കുന്നു, മാജിദുൻ മാജിദ് കേൾക്കുന്നു, അൽ അദാന ബാങ്ക് കേൾക്കുന്നു. ലിസാനുൽ ഖുർആൻ പരമാവധി വിദ്യാർത്ഥികൾ അർത്ഥം വെച്ച് പരിശീലിക്കണം. ഇവിടെ നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് പറയാം. യസ്മഉ മാജിദുൻ അൽ അദാന, മാജിദ് ബാങ്ക് കേൾക്കുന്നു, മാജിദ് ബാങ്ക് കേൾക്കുന്നു. വയദ്ഹബു ഇലൽ മസ്ജിദി മഅ അബീഹി, അവന്റെ ഉപ്പയോടൊപ്പം അവൻ പള്ളിയിലേക്ക് പോകുന്നു. കണ്ടോ, യസ്മഉ യദ്ഹബു ഇതെല്ലാം പ്രത്യേകം കളർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി വയതവല്ലഉ, അവൻ വുളു എടുക്കുന്നു. വയദ്ഖുലുൽ മസ്ജിദ, പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. യുസല്ലി, അവൻ നിസ്കരിക്കുന്നു. സ്വലാത്ത സുബ്ഹി, സുബ്ഹ് നിസ്കാരം നിസ്കരിക്കുന്നു. മഅ അബീഹി, അവന്റെ ഉപ്പയോടൊപ്പം ജമാഅത്തൻ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു. വബഅദ സ്വലാത്തി വദ്ദിക്രി വദ്ദുആഇ, നിസ്കാരത്തിനും ദിക്റിനും ദുആഇനും ശേഷം യർജിഉ മാജിദുൻ, മാജിദ് മടങ്ങുന്നു. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. മഅ അബീഹി, അവന്റെ ഉപ്പയോടൊപ്പം. വൽ ഉമ്മു, ഉമ്മ തൻതളിറുഹു, അവന് വെയിറ്റ് ചെയ്യുന്നു. ബിഷായ്, ചായ എടുത്തു വെച്ച് ഉമ്മ കാത്തിരിക്കാണ്. യജ്ലിസു മാജിദുൻ, മാജിദ് ഇരിക്കുന്നു. വയശ്റബു ഷായ്, ചായ കുടിക്കുന്നു. വയഖൂലു അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞ ഇവിടെ പ്രത്യേകം കളർ ചെയ്യപ്പെട്ട ഈ വാക്കുകളൊക്കെ മുളാരി ആയ ഫിഅലാണ്. കണ്ടോ, ഇവിടെ മാജിദ് ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമാണ്, അതുപോലെ ഉമ്മ ചെയ്ത ഒരു പ്രവർത്തനവും, ഇത് മാത്രമാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മാജിദ് ആണായതുകൊണ്ട് എല്ലാ വാക്കുകളും എന്തുകൊണ്ടാണ് തുടങ്ങിയത്? യാ കൊണ്ടാണ് തുടങ്ങിയത്. യസ്മഉ, അവൻ കേൾക്കുന്നു. യദ്ഹബു, അവൻ പോകുന്നു. യതവല്ലഉ, അവൻ വുളു എടുക്കുന്നു. യദ്ഖുലു, അവൻ പ്രവേശിക്കുന്നു. യുസല്ലി, അവൻ നിസ്കരിക്കുന്നു. യർജിഉ, അവൻ മടങ്ങുന്നു. കണ്ടോ, ഇതെല്ലാം യാ കൊണ്ടാണ് തുടങ്ങിയത്, കാരണം ഇതെല്ലാം മാജിദിനെ കുറിച്ച് പറയുന്നതാണ്. ഇനി കണ്ടോ, വൽ ഉമ്മു തൻതളിറുഹു, ഉമ്മ അവനെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് യൻതളിറുഹു എന്ന് പറഞ്ഞില്ല? ഉമ്മ പെണ്ണായതുകൊണ്ട് താ കൊണ്ട് തുടങ്ങി. തൻതളിറുഹു, തൻതളിറുഹു എന്ന് പറഞ്ഞാൽ
അവന് ഉമ്മ വെയിറ്റ് ചെയ്യുന്നു, അവൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഉമ്മ പെണ്ണായതുകൊണ്ടാണ് അവിടെ താവ് കൊണ്ട് തുടങ്ങിയത്. ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ മുദാരി ആയ ഫിഅൽ മനസ്സിലാക്കാനുള്ള ഒരു മാർഗം യാ കൊണ്ടോ താവ് കൊണ്ടോ തുടങ്ങുന്ന ഫിഅലുകളായിരിക്കും മുദാരി ആയ ഫിഅലുകൾ. ഇവിടെ ഈ പാഠത്തിൽ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യപ്പെട്ട വാക്കുകൾ ഇവിടെ വീണ്ടും തന്നിട്ടുണ്ട്. യസ്മഉ, യദ്ഹബു, യതവല്ലഉ, യദ്ഖുലു, യുസല്ലി, യഖൂലു, യർജിഉ, യജ്ലിസു, തൻതദിറു, യശ്റബു. കണ്ടോ, എല്ലാം തുടങ്ങിയത് യാവ് കൊണ്ട്, ഒന്ന് താവ് കൊണ്ട്. അതെന്തുകൊണ്ടാ? ഉമ്മ പെണ്ണായതുകൊണ്ടാണ്. ഇനി നഖ്റഉ വ നഫ്ഹമു. ഈ ഉദാഹരണങ്ങൾ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ എന്താണ് മുദാരി ആയ ഫിഅൽ, എന്താണ് ഇതിലുള്ള വ്യത്യാസങ്ങൾ എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദി. യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദി. ആൺകുട്ടി പള്ളിയിലേക്ക് പോകുന്നു. അപ്പൊ അൽ വലദ് ആൺകുട്ടി ആയതുകൊണ്ടാണ് യദ്ഹബു എന്ന് പറഞ്ഞത്. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ, തഷ്റബു ഫാത്തിമത്തു ഷായ. ഫാത്തിമ ചായ കുടിക്കുന്നു. അവിടെ എന്തുകൊണ്ടാണ് തഷ്റബു എന്ന് പറഞ്ഞത്? ഫാത്തിമ പെണ്ണല്ലേ, അതുകൊണ്ടാണ് തഷ്റബു എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ ഫാത്തിമക്ക് പകരം ഏതെങ്കിലും ആൺകുട്ടിയാണെങ്കിലോ എങ്ങനെയാണ് നമ്മൾ പറയുക? യഷ്റബു ബാസിമുൻ അഷായ്. ബാസിമു ചായ കുടിക്കുന്നു. അപ്പോൾ ആണാണെങ്കിൽ യാവ് കൊണ്ടും പെണ്ണാണെങ്കിൽ താവ് കൊണ്ടും. ഇതാണ് വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു ഉദാഹരണം, യതവല്ലഉ ബാസിമുൻ. ബാസിമു വുളു എടുക്കുന്നു മിനൽ ഹൗലി, ഹൗലിൽ നിന്ന്. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ, തുസല്ലി മാജിദത്തു. മാജിദ നിസ്കരിക്കുന്നു സ്വലാത്തുൽ അസ്രി, അസ്ർ നിസ്കാരം. അപ്പൊ മാജിദ പെണ്ണായതുകൊണ്ട് താവ് കൊണ്ട് തുടങ്ങി. ഇനി യസ്മഉ സാലിമുൻ. സാലിമു കേൾക്കുന്നു, അല്ലാദാന ബാങ്ക് കേൾക്കുന്നു. അടുത്തത് തൻതലിറുൽ ഉമ്മു ഫിൽ ബൈത്തി. ഉമ്മ വീട്ടിൽ കാത്തു നിൽക്കുന്നു. അപ്പോ ഇതെല്ലാം ആണുങ്ങൾ സബ്ജക്റ്റ് ആയതെല്ലാം യാവ് കൊണ്ട് തുടങ്ങി. ഇനി പെണ്ണുങ്ങൾ സബ്ജക്റ്റ് ആയതെല്ലാം താവ് കൊണ്ട് തുടങ്ങി. ഇതാണ് വ്യത്യാസം. ഇനി താഴെയുള്ള ഓരോ ചിത്രത്തിന് നേരെയും യോജിച്ച വാക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ഫോട്ടോ എന്താണ്? മദ്രസയിലേക്ക് പോകുന്ന ഫോട്ടോയാണ്. പോകുന്നു എന്നുള്ളതിന് നമ്മൾ ഏത് വാക്കാണ് പറഞ്ഞത്? യദ്ഹബു. യദ്ഹബു മാജിദുൻ ഇലൽ മദ്റസതി. രണ്ടാമത്തത് അവന് ടാപ്പിൽ നിന്ന് വുളു എടുക്കുകയാണ്, അല്ലെ? അപ്പോൾ വുളു എടുക്കുന്നു എന്നുള്ളതിന് യതവല്ലഉ. യതവല്ലഉ മാജിദുൻ മിനസ് സുംബൂരി. അടുത്തത് എന്താണ്? മാജിദ് വെള്ളം കുടിക്കുന്നു എന്നുള്ളതിന് യശ്റബു. യശ്റബു മാജിദുൻ അൽ മാ. അടുത്തത് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഫോട്ടോയാണ്. യദ്ഖുലു മാജിദുൻ അൽ മസ്ജിദ. ഈ രൂപത്തിൽ ശരിയായ വാക്കുകൾ കൊടുത്ത് യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നുകമ്മിലു ബിൽ മുനാസിബി. യോജിച്ചത് ചേർത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ ബ്രാക്കറ്റിൽ ഓപ്ഷൻസുകൾ ഉണ്ട്. ശരിയായ ഓപ്ഷൻ ഇവിടുത്തെ ആ സബ്ജക്റ്റ് നോക്കിയിട്ട് വിദ്യാർത്ഥികൾ ശരിയായത് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് എന്താണ്? ഡാഷ് അൽ വലദു ഇലൽ മദ്റസതി. ആൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു. ബ്രാക്കറ്റിൽ യദ്ഹബു എന്നുമുണ്ട് തദ്ഹബു എന്നുമുണ്ട്. ഏതാണ് കൊടുക്കേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. കാരണം വലദ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ്. ആൺകുട്ടിയാണെങ്കിൽ ഏതാണ്? നിസ്സംശയം പറയാം യദ്ഹബു. അപ്പോൾ യദ്ഹബുൽ വലദു ഇലൽ മദ്റസതി. രണ്ടാമത്തത് ഡാഷ് അൽ ബിന്തു മിനൽ ഹൗലി. പെൺകുട്ടി ഹൗലിൽ നിന്ന് വുളു എടുക്കുന്നു എന്നാണ്. അപ്പോൾ പെൺകുട്ടിയാണ്. യാവ് കൊണ്ട് തുടങ്ങുന്നതാണോ താവ് കൊണ്ട് തുടങ്ങുന്നതാണോ വേണ്ടത്? താവ് കൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ തതവല്ലഉൽ ബിന്തു മിനൽ ഹൗലി. അടുത്തത് ഡാഷ് ബാസിമുൻ ഇലൽ ബൈത്തി. ബാസിമ് വീട്ടിലേക്ക് മടങ്ങുന്നു എന്നാണ്. അപ്പൊ ബാസിമാണാണ്, അതുകൊണ്ട് ഇർജിഉ ബാസിമുൻ ഇലൽ ബൈത്തി. നാലാമത്തത് ഡാഷ് അൽ ഉമ്മുൽ ബൈത്ത. ഉമ്മ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ്. ഉമ്മ പെണ്ണല്ലേ, അപ്പോൾ തദ്ഖുലുൽ ഉമ്മുൽ ബൈത്ത. ഈ രൂപത്തിൽ ആണുങ്ങളാണെങ്കിൽ യാവ് കൊണ്ട് തുടങ്ങുന്നത്, പെണ്ണുങ്ങളാണെങ്കിൽ താവ് കൊണ്ട് തുടങ്ങുന്ന ഫിഅലുകൾ വിദ്യാർത്ഥികൾ വളരെ എളുപ്പത്തിൽ എഴുതാവുന്നതാണ്. ഇനി ഇവിടെ താഴെ മുദാരി ആയ ഫിഅൽ തന്നിട്ടുണ്ട്. അതിന്റെ നേരെ മാദി ആയ ഫിഅൽ തന്നിട്ടുണ്ട്. മാദി ആയ ഫിഅൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്. ഉദാഹരണം യദ്ഹബു. യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു. അപ്പോൾ അതിന്റെ മാദി എന്താണ്? കഴിഞ്ഞു പോയത് എന്താണ്? പോയി. അതിനെന്താണ് അറബിയിൽ പറയുക? ദഹബ. തദ്ഹബു. യദ്ഹബു എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു. തദ്ഹബു എന്ന് പറഞ്ഞാൽ അവൾ പോകുന്നു. അതിന്റെ മാദി അവൾ പോയി എന്നുള്ളതാണ് ദഹബത്. യസ്മഉ അവൻ കേൾക്കുന്നു. അതിന്റെ മാദി സമിഅ അവൻ കേട്ടു. തസ്മഉ അവൾ കേൾക്കുന്നു. അതിന്റെ മാദി സമിഅത് അവൾ കേട്ടു. യുസല്ലി അവൻ നിസ്കരിക്കുന്നു. അതിന്റെ മാദി സല്ല അവൻ നിസ്കരിച്ചു. തുസല്ലി അവൾ നിസ്കരിക്കുന്നു. സല്ലത്ത് അവൾ നിസ്കരിച്ചു. യഖൂലു അവൻ പറയുന്നു. ഖാല അവൻ പറഞ്ഞു. ഈ രൂപത്തിൽ മുദാരിഉം അതിന്റെ നേരെ മാദിയുമാണ് അവിടെ തന്നിട്ടുള്ളത്. ഇനി അടുത്തത് നക്തുബു കമാ ഫിൽ മിസാലി. താഴെയുള്ള ഒരു ഉദാഹരണം പോലെ മറ്റുള്ളത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്.
ഒന്നാമത്തത് അൽ ഇബ്നു യദ്ഹബു. അൽ ഇബ്നു ആൺകുട്ടി, യദ്ഹബു പോകുന്നു. അതിനെ എന്താക്കി? യദ്ഹബുൽ ഇബ്നു എന്നാക്കി മാറ്റി. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? അറബിയിൽ ഒരു ജുംല ഉണ്ടാക്കുമ്പോൾ, ഒരു സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം ഫിഅല് പിന്നെ ഫാഇല്. അതാണ് അറബിയിൽ സെന്റൻസിന്റെ ശൈലി. അപ്പോൾ അൽ ഇബ്നു യദ്ഹബു എന്ന് പറയുമ്പോൾ ആദ്യം ഫായിലും പിന്നെ ഫിഅലുമായിരുന്നു. അതിനെ മാറ്റി ആദ്യം ഫിഅലും പിന്നെ ഫായിലുമാക്കി, യദ്ഹബുൽ ഇബ്നു എന്നാക്കി. ഇനി താഴെയുള്ള ഉദാഹരണങ്ങൾ അതുപോലെ മറിച്ചിട്ടാൽ മതി. കണ്ടോ? രണ്ടാമത്തത് അൽ ബിന്തു തദ്ഹബു. അൽ ബിന്തു പെൺകുട്ടി, തദ്ഹബു പോകുന്നു. അപ്പോൾ തദ്ഹബുൽ ബിന്തു എന്നാക്കിയാൽ മതി. അൽ അബു യജ്ലിസു, ഉപ്പ ഇരിക്കുന്നു. യജ്ലിസുൽ അബു മറിച്ചിട്ടാ മതി. അൽ ഉമ്മു തജ്ലിസു, അൽ ഉമ്മു തജ്ലിസു, ഉമ്മ ഇരിക്കുന്നു. തജ്ലിസുൽ ഉമ്മു. അപ്പൊ ഇവിടേക്ക് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. കണ്ടോ? ഇബ്ന് ആൺകുട്ടി ആയതുകൊണ്ടാണ് യദ്ഹബു പറഞ്ഞത്. അതുപോലെ ഉപ്പ ആണായതുകൊണ്ടാണ് യജ്ലിസു പറഞ്ഞത്. ബിന്ത് പെണ്ണായതുകൊണ്ട് തദ്ഹബു പറഞ്ഞു. ഉമ്മ പെണ്ണായതുകൊണ്ട് തജ്ലിസു പറഞ്ഞു. യാവ് കൊണ്ടും താവ് കൊണ്ടും തുടങ്ങുന്ന ആ മാറ്റങ്ങൾ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി താഴെയുള്ള ഖുർആൻ ആയത്തുകളിൽ നിന്ന് മുലാരി ആയ ഫീലുകൾ കണ്ടെത്താനാണ്. ഒന്നാമത്തത് അതിലേതാണ്? വളരെ സിമ്പിൾ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് പറയാം. യാ കൊണ്ട് തുടങ്ങുന്ന വാക്യതാണ് യുകദ്ദിബു. അവിടെ താവ് കൊണ്ട് തുടങ്ങിയ തസ്ആ, അതാണ് മുലാരി ആയ ഫീല്. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവിടെ ഏതാണ്? യഹ്സബു. യൗമഇദിൻ യസ്ദുറുന്നാസു, അവിടെ ഏതാണ്? യസ്ദുറു. യസ്ദുറുന്നാസു എന്നുള്ളതിൽ യസ്ദുറു എന്നുള്ളതാണ് മുലാരിയായ ഫീല്. അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, അവിടെ ഏതാണ്? യഅലമു. ജന്നാതുൻ തജ്രി, അവിടെ ഏതാണ്? തജ്രി. ഈ രൂപത്തിൽ മുലാരി ആയ ഫീലുകൾ മനസ്സിലാക്കുകയാണ് ഈ പാഠത്തിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അടുത്തത് അദ്ദർസു സാലിസ്, മൂന്നാമത്തെ പാഠം. മജല്ലത്തുൻ ബിഖത്തിൽ യദി, കയ്യെഴുത്തു മാസിക. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മുൻഫസിലായ ലമീറുകളെ കുറിച്ചാണ്. പേര് കേൾക്കുമ്പോൾ പേടിക്കാനൊന്നുമില്ല. മുൻഫസിലായ ലമീറുകൾ എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാന്, ഞങ്ങൾ, നീ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. അതാണ് ഈ ലമീർ എന്ന് പറഞ്ഞാൽ. ആ ലമീറുകളെ കുറിച്ച്, മുൻഫസിലായ ലമീറുകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, 14 ലമീറുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് ആ 14 ലമീറുകൾ? ആമുഖമായി ഞാനതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു. ഇതാണ് 14 ലമീറുകൾ. ഈ 14 ലമീറുകൾ അർത്ഥസഹിതം വിദ്യാർത്ഥികൾ നിർബന്ധമായും പറഞ്ഞു പഠിക്കണം. ഇതിന്റെ അർത്ഥം കൂടെ ഞാനൊന്ന് പറയാം. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഒരാള്, അവൻ ഒരാണ്. ഹുമാ എന്ന് പറഞ്ഞാൽ അവർ 2 ആളുകൾ. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറെ ആളുകൾ, പുരുഷന്മാരാണ്. രണ്ടാമത്തെ ലൈന് ഹിയ എന്ന് പറഞ്ഞാൽ അവൾ. ഹുമ എന്ന് പറഞ്ഞാൽ അവർ 2 പെണ്ണുങ്ങൾ. ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ കുറെ സ്ത്രീകൾ. അപ്പോ ആദ്യത്തെ 2 ലൈന്, ആദ്യത്തെ 3 ലൈന് മുമ്പിലില്ലാത്ത പുരുഷന്മാരാണ്. രണ്ടാമത്തെ ലൈന് മുമ്പിലില്ലാത്ത സ്ത്രീകൾ. അതുകൊണ്ടാണ് നമ്മൾ അവൻ, അവർ 2 പേർ, അവർ കുറെ പേർ എന്ന് പറഞ്ഞത്. അവൾ, അവർ 2 സ്ത്രീകൾ, അവർ കുറെ സ്ത്രീകൾ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നമ്മുടെ മുമ്പിലില്ലാത്തവരാണ്. ഇനി അടുത്ത 3-ാമത്തെ ലൈന് അൻത എന്ന് പറഞ്ഞാൽ, നമ്മൾ 1-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അൻത എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പിലുള്ള ഒരാണിനോട് പറയാണ് അൻത, നീ. അതുപോലെ മുമ്പിലുള്ള 2 ആളുകൾ, 2 ആണുങ്ങൾ. അൻതുമ, നിങ്ങൾ 2 പേർ. അൻതും, നിങ്ങൾ കുറെ ആളുകൾ. ഇനി മുമ്പിലുള്ള ഒരു പെണ്ണ്, അൻതി, നീ ഒരു പെണ്ണ്. അല്ലെങ്കിൽ അൻതുമ, നിങ്ങൾ 2 പെണ്ണുങ്ങൾ. അൻതുന്ന, നിങ്ങൾ കുറെ സ്ത്രീകൾ. അപ്പോ ഈ 3-ാമത്തെ ലൈനും 4-ാമത്തെ ലൈനും മുമ്പിലുള്ള ആണുങ്ങൾ, മുമ്പിലുള്ള സ്ത്രീകൾ. അതൊന്ന് 2 കുറെ ആളുകൾ, ഇതാണ് വ്യത്യാസം. ഇങ്ങനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ 13-ാമത്തത് അന എന്ന് പറഞ്ഞാൽ ഞാൻ, നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഇതാണ് 14 ലമീറുകൾ. ഈ ലമീറുകൾ അർത്ഥസഹിതം വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അസ്ദിഖായി, എന്റെ കൂട്ടുകാരെ. അന ജാബിറുൻ, അന എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന ജാബിറുൻ, ഞാൻ ജാബിറാണ്. ഒഹിബുൽ ഖിറാഅത, ഞാൻ വായന ഇഷ്ടപ്പെടുന്നു. അൽ യൗം, ഇന്ന്.
നഹ്നു നുഇദ്ദു മഅൻ, ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കാൻ പോവാണ്. എന്ത്? മജല്ലതൻ മക്തൂബതൻ ബിഖത്തിൽ യദി, ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടാക്കുകയാണ്. അൻത യാസിറുൻ, നീ യാസിറാണ്. വ അൻതി ഫാത്തിമ, നീ ഫാത്തിമയാണ്. കിതാബത്തുകുമാ ജമീലത്തുൻ, നിങ്ങൾ രണ്ടുപേരും ഭംഗിയായി എഴുതുന്നവരാണ്, നല്ല ഹാൻഡ് റൈറ്റ് ഉള്ളവരാണ്. അതുകൊണ്ട് അൻതുമാ, നിങ്ങൾ രണ്ടുപേരും തക്തുബാനി ഫിൽ വറക, പേജിൽ എഴുതേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ്. കയ്യെഴുത്ത് മാസിക ഉണ്ടാക്കുകയാണ്, അപ്പോൾ എഴുതേണ്ടത് റൈറ്റേഴ്സ് ആരാണ്? നിങ്ങൾ രണ്ടുപേരാണ്. യാ സാലിം, ഓ സാലിമെ. വ നബീലു, നബീലെ. വ നിഹാലു, നിഹാലെ. അൻതും, നിങ്ങൾ മൂന്ന് പേരും. തജ്മഊനൽ അഖ്ലാമ വൽ അൽവാന, നിങ്ങൾ മൂന്ന് പേരും പേനകളും കളേഴ്സുകളൊക്കെ സംഘടിപ്പിക്കണം. യാ ഹാദിയ വ നൂറ, ഹാദിയ, നൂറ. വ റമീസ, റമീസ. അൻതുന്ന, നിങ്ങൾ മൂന്ന് പേരും. തുസമ്മിംനൽ ഗിലാക, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തുസമ്മിംനൽ ഗിലാക, ഇതിന്റെ ചട്ട ഡിസൈൻ ചെയ്യുകയാണ് വേണ്ടത്. ഹുവ റാഷിദുൻ, അവൻ റാഷിദാണ്. വഹിയ സൈനബുൻ, അവൾ സൈനബാണ്. യുഹിബ്ബാനി, അവർ രണ്ടുപേരും എന്താണ് ഇഷ്ടപ്പെടുന്നത്? അത്തൽവീന, കളറിംഗ് ആണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഹുമ, അവർ രണ്ടുപേരും. യുലവ്വിനാനി സഫഹാത്ത്, പേജുകളൊക്കെ അവർ കളർ ചെയ്യും. ഹുന, ഇവിടെ തുല്ലാബുൻ, കുറച്ച് കുട്ടികളുണ്ട്. ഹും, അവര്. യഖ്തഊനൽ ഔറാക, പേജുകളൊക്കെ കട്ട് ചെയ്യും. വഹുനാക താലിബാത്തുൻ, അവിടെ കുറച്ച് പെൺകുട്ടികളുണ്ട്. ഹുന്ന, അവര്. യർസുംന സുവറ, ചിത്രങ്ങളൊക്കെ അവര് വരക്കും. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്ക് എന്ത് ചെയ്യാണ്? ഓരോ ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? പ്രത്യേകം കളർ ചെയ്യപ്പെട്ട ഈ ലമീറുകളാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഏതെല്ലാമാണ്? അന, നഹ്നു, അൻത, അൻതി, അൻതുമ, അൻതും. അതുപോലെ അൻതുന്ന, ഹുവ, ഹിയ, ഹുമ, ഹും, ഹുന്ന. ഇതിന്റെ ഒരു ഓർഡർ ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. അപ്പൊ നമ്മുടെ മുമ്പിലില്ലാത്ത ഒരാളെ പറയാണ് അവൻ എന്ന് പറയണമെങ്കിൽ ഹുവ എന്ന് പ്രയോഗിക്കുക. രണ്ടാളുകൾ എന്നുള്ളതിന് ഹുമ എന്ന് പറയാ. കുറെ ആളുകൾ എന്നുള്ളതിന് ഹും എന്ന് പറയാ. ഇവിടെ ഓരോരുത്തരെയും വിളിച്ച് ഇങ്ങനെ ഓരോ ജോലികൾ ഏൽപ്പിച്ച ഒരു ശൈലി നിങ്ങൾ കണ്ടില്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി അവൾ എന്ന് പറയാൻ ഹിയ എന്ന് പറയാം. പിന്നെ ഹുമ എന്നുള്ളത് അവർ രണ്ട് പെണ്ണുങ്ങൾ. ഹുന്ന, അവർ കുറെ സ്ത്രീകൾ. ഇനി മുമ്പിലുള്ള ആളുകളോടാണെങ്കിലോ അൻത, നീ. അൻതുമ, നിങ്ങൾ രണ്ടുപേര്. അൻതും, നിങ്ങൾ കുറെ ആളുകൾ. അൻതി, നീ ഒരു പെണ്ണ്. അൻതുമ, നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ. അൻതുന്ന, നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ. അന, ഞാൻ. നഹ്നു, ഞങ്ങൾ. ഇതാണ് ഈ ലമീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നഖ്റഉ, വായിക്കുക. അൻത യാസിറുൻ, കണ്ടോ? നീ യാസിറാണ്. അൻതി ഫാത്തിമ, പെണ്ണായതുകൊണ്ടാണ് അൻതി എന്ന് പറഞ്ഞത്. അൻതി ഫാത്തിമ, നീ ഫാത്തിമയാണ്. ഹുവ റാഷിദുൻ, അവൻ റാഷിദാണ്. ആണായതുകൊണ്ടാണ് ഹുവ എന്ന് പറഞ്ഞത്. ഹിയ സൈനബുൻ, അവൾ സൈനബാണ്. കണ്ടോ? സൈനബ് പെണ്ണായതുകൊണ്ട് ഹിയ പറഞ്ഞു. അപ്പോൾ ആ 14 ലമീറിന്റെ അർത്ഥസഹിതം വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി അൻതുമ, നിങ്ങൾ രണ്ടുപേരും. തക്തുബാനി, പെൺകുട്ടികളോടാണ്. അൻതുമ, നിങ്ങൾ രണ്ടുപേരും. തക്തുബാനി, എഴുതുന്നവരാണ്. അന ജാബിറുൻ, ഞാന് ജാബിറാണ്. ഹുമ, അവർ രണ്ടുപേരും. യുലവ്വിനാനി, കളർ ചെയ്യുന്നു. ഹുന്ന, അവർ കുറെ പെണ്ണുങ്ങൾ. യർസുംന, വരക്കുന്നു. അൻതും, നിങ്ങൾ. തജ്മഊന, കളക്ട് ചെയ്യുന്നു. നഹ്നു, ഞങ്ങൾ. നുഇദ്ദു, ഉണ്ടാക്കുന്നു. ഹും യഖ്തഊന, അവര് മുറിക്കുന്നു, കട്ട് ചെയ്യുന്നു. അൻതുന്ന തുസമ്മിംന, നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ മുൻഫസിലായ ലമീറുകളുടെ കൂടെ വ്യത്യസ്തമായ ഫീലുകൾ തന്നിട്ടുണ്ട്. ഏതുപോലെ? തക്തുബാനി, തജ്മഊന, നുഇദ്ദു, യഖ്തഊന, യുലവ്വിനാനി, യർസുംന, തുസമ്മിംന. അങ്ങനെ പല രൂപത്തിൽ ഫീലുകൾ മാറി മാറി വന്നിട്ടുണ്ട്. നിങ്ങൾ 3ാം ക്ലാസ്സിലെ ചെറിയ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ 14 ലമീറുകൾ, ഏത്? ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു എന്ന ഈ 14 ലമീർ അർത്ഥസഹിതം നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. അതിനുശേഷം നമുക്കൊരു ചോദ്യം വരികയാണ്. ഉദാഹരണമായി, നഹ്നു ഒഴിവാക്കിയിട്ട് ഡാഷ് നുഇദ്ദു,
അവിടെ യോജിച്ച ലമീർ എഴുതി കൊടുക്കുക എന്ന് ചോദ്യം വരികയാണെങ്കിൽ നുഇദ്ദു എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്ന് ഉസ്താദിനോട് ചോദിക്കണം. അപ്പോൾ ഉസ്താദ് പറയും നുഇദ്ദു, ഞങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയും. ഞങ്ങൾ എന്നുള്ളതിന് ഏത് ലമീറാണ്? നഹ്നു എന്ന് നിങ്ങൾക്കറിയില്ലേ, അത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ആ മാറി വരുന്ന ഫിഅലുകളുടെ അർത്ഥം നിർബന്ധമായും ഉസ്താദുമാരോട് ചോദിക്കണം. അതിനുശേഷം അതിനോട് യോജിക്കുന്ന ലമീറുകൾ നിങ്ങൾ സ്വയമായിട്ട് എഴുതുകയാണ് വേണ്ടത്. സ്വയമായി എഴുതണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഈ 14 ലമീറുകൾ അർത്ഥസഹിതം പഠിച്ചിരിക്കണം. ഇനി അടുത്തത് നസിലു ബിൽ മുനാസിബി, യോജിച്ചതിലേക്ക് ചേർക്കുകയാണ് വേണ്ടത്. അർത്ഥം നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുക. ബനാത്തുൻ, ബനാത്തുൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ. അപ്പോൾ കുറെ പെൺകുട്ടികളുണ്ട്. അതിനോട് യോജിച്ച ലമീർ ഏതാണ്? ഹിയ എന്നാണോ, ഹുമ എന്നാണോ, ഹുന്ന എന്നാണോ? 14 ലമീറുകൾ അർത്ഥസഹിതം പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ സാധിക്കും. ഹിയ എന്ന് പറഞ്ഞാൽ അവൾ, ഒരു പെണ്ണ് എന്നാണ് അർത്ഥം. ഹുമ എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ എന്നാണ് അർത്ഥം. ഹുന്ന എന്ന് പറയുമ്പോൾ കുറെ പെണ്ണുങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഹുന്ന എന്നുള്ളത്. അപ്പോൾ ബനാത്തുൻ എന്നുള്ളത് ഹുന്ന എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്യുക. ഇനി ബിൻതുൻ, ഒരു പെൺകുട്ടി, അതേതാണ്? ഹിയ എന്നുള്ളതാണ്. തക്തുബാനി, തക്തുബാനി എന്ന് പറയുമ്പോൾ അവർ 2 പേർ എഴുതുന്നു. അപ്പോൾ 2 പേർ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ലമീർ ഏതാണ്? ഹുമ. അതുകൊണ്ടാണ് ആ 14 ലമീർ അർത്ഥസഹിതം പഠിക്കണം എന്ന് വീണ്ടും പറയുന്നത്. ഇനി അടുത്തത് ഹുവ. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഒരാൾ എന്നാണ് അർത്ഥം. അങ്ങനെ സൂചിപ്പിക്കുന്നത് അപ്പുറത്ത് ഏതാണുള്ളത്? അബ്നാ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ എന്നാണ്. യാസിർ, കണ്ടോ, യാസിർ ഒരാളല്ലേ. അപ്പൊ ഹുവ യാസിറുൻ, പെണ്ണാണെങ്കിൽ ഹിയ എന്നല്ലേ, ഇവിടെ യാസിർ ആണല്ലേ, അതുകൊണ്ട് ഹുവ എന്നുള്ളത് യാസിറിലേക്ക് മാച്ച് ചെയ്യുക. രണ്ടാമത്തത് ഹുമ. ഹുമ എന്ന് പറഞ്ഞാൽ 2 ആളുകളെ സൂചിപ്പിക്കുന്നതാണ്. 2 ആളുകളെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഏതാണുള്ളത്? ബിൻതാനി. ബിൻതാനി എന്ന് പറയുമ്പോൾ 2 പെൺകുട്ടികൾ. അപ്പൊ ഹുമ ബിൻതാനി എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്യുക. ഇനി ഹും. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറെ ആളുകളല്ലേ. കുറെ ആളുകളെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഏതാണുള്ളത്? അബ്നാഉൻ, ആൺകുട്ടികൾ, കുറെ ആളുകളല്ലേ. അപ്പോൾ ഹും അബ്നാഉൻ, ഈ രൂപത്തിൽ മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഒരിക്കൽ കൂടെ വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ അബ്നാഉൻ അല്ലെങ്കിൽ ബിൻതാനി അതിന്റെയൊന്നും അർത്ഥം നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഉസ്താദന്മാരോട് ധൈര്യമായി ചോദിക്കാം. അങ്ങനെ അർത്ഥം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ലമീറുകൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നക്തഷിഫുൽ ലമാഇറ വനക്തുബുഹ കമാ ഫിൽ മിസാലി, ഇവിടെ താഴെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഒഹിബ്ബു. ഒഹിബ്ബു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ലമീറുണ്ട്. അതേതാണ്? അന. അന എന്നുള്ളതാണ്. ഇനി അടുത്തത് നുഇദ്ദു. നുഇദ്ദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്നുള്ളതിന് ഏത് ലമീറായിരുന്നു? നഹ്നു. ഇനി അടുത്തത് തക്തുബാനി. തക്തുബാനി എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 പേർ എഴുതുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള 2 ആളുകൾ, നിങ്ങൾ 2 പേർ എന്നുള്ളതിന് ഏത് ലമീറാണ് നമ്മൾ പഠിച്ചത്? അൻതുമ. അൻതുമ എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കണം. അതുപോലെ തജ്മഊന. തജ്മഊന, നിങ്ങൾ കുറെ ആളുകൾ കളക്ട് ചെയ്യുന്നു, ഒരുമിച്ച് കൂട്ടുന്നു. അപ്പോൾ അൻത, അൻതുമ, അൻതും. അൻതും എന്നുള്ളതാണ് നിങ്ങൾ കുറെ ആളുകൾ എന്നുള്ളതിന്റെ ലമീർ. ഇനി തുസമ്മിംന, പെണ്ണുങ്ങളോട് പറയാണ് തുസമ്മിംന, നിങ്ങൾ കുറെ ആളുകൾ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ എന്നുള്ളതിന് ഏതായിരുന്നു? അൻതുന്ന. നമ്മൾ പഠിച്ചില്ലേ? അൻതി, അൻതുമ, അൻതുന്ന. അൻതുന്ന എന്നുള്ളതാണ് നിങ്ങൾ കുറെ സ്ത്രീകൾ എന്നുള്ളതിന്റെ ലമീർ. ഇനി യുലവ്വിനാനി. യുലവ്വിനാനി എന്ന് പറഞ്ഞാൽ അവർ 2 ആണുങ്ങൾ കളർ ചെയ്യുന്നു. അപ്പോൾ അവർ 2 ആണുങ്ങൾ എന്നുള്ളതിന് ഏതായിരുന്നു? ഹുമ എന്നുള്ളതാണ്. അതുപോലെ യഖ്തഊന, അവർ മുറിക്കുന്നു. അവർ കുറെ ആണുങ്ങൾ മുറിക്കുന്നു. അപ്പൊ അവർ കുറെ ആണുങ്ങൾ എന്നുള്ളതിന് ഏതായിരുന്നു? ഹുവ, ഹുമ, ഹും. ഹും എന്നുള്ളതാണ്. അതുപോലെ യർസുംന, അവർ കുറെ പെണ്ണുങ്ങൾ വരക്കുന്നു. അപ്പോൾ അവർ കുറെ സ്ത്രീകൾ എന്നുള്ളതിന് ഏതായിരുന്നു? ഹിയ, ഹുമ, ഹുന്ന. ഹുന്ന എന്നുള്ളതാണ്. ഈ രൂപത്തിൽ യോജിച്ച ലമീറുകൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന്റെ അർത്ഥങ്ങൾ നിങ്ങൾക്കറിയണം. അർത്ഥങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കുകയാണെങ്കിൽ നിർബന്ധമായും അതിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ലമീർ ഏതാണ് എന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് നഖ്താറു വനുകമ്മിലു, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് യാ സാലിം, ഓ സാലിമെ, അൻത സദീഖി, നീ എന്റെ കൂട്ടുകാരനാണ്. സാലിമു മുമ്പിലുള്ള ആളാണ്. അപ്പൊ മുമ്പിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പഠിച്ചല്ലോ, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അതായിരിക്കും. ഇനി എത്ര ആളാണ് അതിനനുസരിച്ച് മാറ്റിയാൽ മതി. ഇവിടെ യാ സാലിം, ഓ സാലിമേ, ഒരാണല്ലേ. അപ്പൊ അൻത, അൻത സദീഖി, നീ എന്റെ കൂട്ടുകാരനാണ്. ഇനി അടുത്തത് യാ ഫാത്തിമ, ഓ ഫാത്തിമ, അപ്പൊ പെണ്ണാണ്. അൻത എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പെണ്ണാകുമ്പോ അൻതി എന്നാണ് പറയേണ്ടത്. അൻതി നാജിഹത്തുൻ, യാ ഫാത്തിമ അൻതി നാജിഹത്തുൻ. ഇനി മൂന്നാമത്തത് യാ അബ്നാ,
യാ അബ്നാ, ഓ ആൺകുട്ടികളെ. മുമ്പിലുള്ള ആളുകളോടുള്ള അഭിസംബോധനയാണ്. യാ അബ്നാ, ഓ ആൺകുട്ടികളെ. ഏതാ വേണ്ടത്? അൻത, അൻതും, അൻതി. ഏതാണുള്ളത്? അൻതും. യാ അബ്നാ അൻതും ലാഇബൂൻ, നിങ്ങൾ കളിക്കുന്നവരാണ്. ഇനി അടുത്തത് ജവാദുൻ. ജവാദ് മുമ്പിലില്ല കേട്ടോ. ജവാദുൻ. അപ്പൊ യാ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ മുമ്പിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുക, അല്ലാത്തതാണെങ്കിൽ മുമ്പിലില്ലാത്തതാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പൊ ജവാദുൻ ആണല്ലേ, ഒരാളല്ലേ. ഏതാണ് വേണ്ടത്? ബ്രാക്കറ്റിലുണ്ട് ഹുവ, ഹിയ, അൻതി. ഏതാണ് വേണ്ടത്? ഹുവ എന്നുള്ളതാണ്. ജവാദുൻ ഹുവ ഉസ്താദി. അടുത്തത് ഫാത്തിമ, ഹിയ ഉഖ്തി. ഫാത്തിമ അവൾ എന്റെ സഹോദരിയാണ്. അടുത്തത് ആറാമത്തത് യാ ഇബ്നു വയാ ബിൻതു. മുമ്പിലുള്ള രണ്ടാളുകളോടാണ്. അപ്പൊ രണ്ടാളുകളാണെങ്കിൽ ഏതാണ്? അൻത, അൻതുമ എന്നല്ലേ. അപ്പോ യാ ഇബ്നു വയാ ബിൻതു അൻതുമ തൽഅബാനി. ഇനി അൽ മുസ്ലിമൂന, കുറെ മുസ്ലിമീങ്ങളുണ്ട്. അൽ മുസ്ലിമൂന ഹും യദ്ഹബൂന ഇലാ മക്ക. എട്ടാമത്തത് ഡാഷ് മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി. ഞാൻ മുസ്ലിമാണ്. അന മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി. ഇസ്ലാം എന്റെ മതമാണ്. ഈ രൂപത്തിൽ ശരിയായി എടുത്തെഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നുലാഹിദുൽ മുഫ്രദ വൽ ജംഅ. മുഫ്രദും ജമ്മും എഴുതാനാണ്, സിംഗുലറും പ്ലൂരലും എഴുതാനാണ്. സദീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. അസ്ദിഖാ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ. കലം പേന, അക്ലാം പേനകൾ. ലൗന് കളറ്, അൽവാൻ കളേഴ്സ്. താലിബുൻ വിദ്യാർത്ഥി, തുല്ലാബുൻ വിദ്യാർത്ഥികൾ. വറക്ക് പേജ്. വറക്ക് എന്ന് പറഞ്ഞാൽ പേജ് അല്ലെങ്കിൽ പേപ്പർ. ഔറാഖുൻ പേപ്പേഴ്സ്. താലിബത്തുൻ വിദ്യാർത്ഥിനി, താലിബാത്തുൻ വിദ്യാർത്ഥിനികൾ. സൂറത്തുൻ ചിത്രം, സുവറുൻ പിക്ചേഴ്സ് ചിത്രങ്ങൾ. അൻത നീ, അൻതും നിങ്ങൾ. ഇനി അൻതി പെണ്ണാണ്. അൻതി നീ, അൻതുന്ന നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ കുറെ സ്ത്രീകൾ. അന ഞാൻ, അതിന്റെ പ്ലൂറൽ എന്താണ്? നഹ്നു ഞങ്ങൾ. ഹുവ അവൻ, ഹും അവർ. ഹിയ അവൾ, ഹുന്ന അവർ സ്ത്രീകൾ. ഈ രൂപത്തിൽ മുഫ്രദും ജംഉം വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കുക. നുലാഹിദുൽ ളമാഇറൽ മുൻഫസില. മുൻഫസിലായ ളമീറുകൾ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു. ഇത് അർത്ഥസഹിതം വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്തത് നുകമ്മിലു ബിളമീരിൻ മുൻഫസിലിൻ മുനാസിബിൻ കമാ ഫിൽ മിസാലി. താഴെയുള്ള ഈ ഭാഗങ്ങൾ യോജിച്ച ളമീറുകൾ കൊടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഹാദാ ഇബ്നുൻ. ഹാദാ ഇബ്നുൻ, ഇത് ആൺകുട്ടിയാണ്. ഹുവ ദാരിസുൻ, അവൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഹുവ എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്, അതുപോലെ താഴെയുള്ളത് എഴുതുകയാണ് വേണ്ടത്. കണ്ടോ? ഇനി ഹാദാനി ഇബ്നാനി, ഇത് രണ്ടാൺകുട്ടികളാണ്. ഏതാ വരിക? രണ്ടാൺകുട്ടികളാണെങ്കിൽ ഹുമാ, ഹുമാ ദാരിസാനി. അടുത്തത് ഹൗലാഇ അബ്നാഉൻ, അവർ ആൺകുട്ടികളാണ്. ഏതാ വരിക? അവർ എന്നുള്ളതിന് ഹും, ഹും ദാരിസൂന, അവർ വിദ്യാർത്ഥികളാണ്. ഇനി ഹാദിഹി ബിൻതുൻ, ഇത് പെൺകുട്ടിയാണ്. ഏതാ വരിക? ഹിയ എന്നുള്ളതല്ലേ. ഹിയ ദാരിസത്തുൻ, അവൾ വിദ്യാർത്ഥിനിയാണ്. ഇനി ഹാത്താനി ബിൻതാനി, ഇത് രണ്ട് പെൺകുട്ടികളാണ്. ഹുമാ ദാരിസതാനി. ഹൗലാഇ ബനാത്തുൻ, അത് കുറേ പെൺകുട്ടികളാണ്. ഹുന്ന ദാരിസാത്തുൻ. ഈ രൂപത്തിൽ യോജിച്ച ളമീറുകൾ എഴുതുകയാണ് വേണ്ടത്. നുകമ്മിലുൽ ഫറാഗ് ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അനാ നഹ്നു. 14 ളമീറുകൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നുകമ്മിലു ബിളമീരിൻ മുൻഫസിലിൻ മുനാസിബിൻ കമാ ഫിൽ മിസാലി. താഴെ തന്ന ഉദാഹരണം പോലെ ബാക്കിയുള്ളത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. യാ ഇബ്നു അൻത ദാരിസുൻ, ഓ കുട്ടി നീ വിദ്യാർത്ഥിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു യാ വെച്ച് തുടങ്ങുന്നതാണെങ്കിൽ മുമ്പിലുള്ള ആളായിരിക്കും. ഇനി 1, 2 കുറെ ആളുകൾ, അതിനനുസരിച്ച് മാറ്റിയാൽ മതി. അപ്പൊ യാ ഇബ്നു, ഓ ആൺകുട്ടി, ഇപ്പൊ ഒരാളല്ലേ. അൻത ദാരിസുൻ, നീ വിദ്യാർത്ഥിയാണ്. രണ്ടാമത്തത് യാ ഇബ്നാനി, ഓ രണ്ടാൺകുട്ടികളെ. അപ്പൊ ഏതായിരിക്കും വരിക? അൻത കഴിഞ്ഞാൽ അൻതുമ, അൻതുമ ദാരിസാനി. യാ അബ്നാഉ, ഓ കുറെ ആൺകുട്ടികളെ. അൻതും ദാരിസൂന. അടുത്തത് യാ ബിൻതു, ഓ പെൺകുട്ടി. അൻതി, പെൺകുട്ടിയല്ലേ, അപ്പോൾ അൻതി ദാരിസത്തുൻ. യാ ബിൻതാനി, ഓ 2 പെൺകുട്ടികളെ. അൻതുമാ ദാരിസതാനി. യാ ബനാത്തു, ഓ കുറെ പെൺകുട്ടികളെ. അൻതുന്ന, നിങ്ങൾ. ദാരിസാത്തുൻ, വിദ്യാർത്ഥിനികളാണ്. അന ഇബ്നുൻ, അന ഇബ്നുൻ, ഞാൻ ആൺകുട്ടിയാണ്. അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്.
അന ബിന്തുൻ, ഞാൻ പെൺകുട്ടിയാണ്. അന ദാരിസത്തുൻ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഞാൻ എന്നുള്ളതിന് അന എന്നുള്ളത് തന്നെയാണ് ആണും പെണ്ണും ഉപയോഗിക്കേണ്ടത്. നഹ്നു അബ്നാഉൻ, ഞങ്ങൾ ആൺകുട്ടികളാണ്. നഹ്നു ദാരിസൂൻ, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. നഹ്നു ബനാത്തുൻ, ഞങ്ങൾ പെൺകുട്ടികളാണ്. നഹ്നു ദാരിസാത്തുൻ, ഞങ്ങൾ വിദ്യാർത്ഥിനികളാണ്. അവിടെയൊക്കെ നഹ്നു അന അതൊന്നും മാറ്റമില്ലാതെ അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഇനി താഴെയുള്ള ഖുർആൻ ആയത്തുകൾ ഓതിയിട്ട് അതിൽ നിന്ന് മുൻഫസിലായ ലമീറുകൾ കണ്ടെത്തുകയാണ് വേണ്ടത്. വ അന തവ്വാബുർ റഹീം, അതിൽ അന എന്നുള്ളത്. ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, അതിൽ നഹ്നു എന്നുള്ളത്. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവിടെ ഹും എന്നുള്ളത്. ഇന്നക അൻതൽ അലീമുൽ ഹകീം, അവിടെ അൻത എന്നുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അവിടെ ഹുവ എന്നുള്ളത്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ, അവിടെ ഹുന്ന എന്നുള്ളത്, അതുപോലെ അൻതും എന്നുള്ളത്. ഇതൊക്കെയാണ് ഇതിൽ വന്ന മുൻഫസിലായ ലമീറുകൾ. അപ്പോൾ ഈ മൂന്നാമത്തെ പാഠം വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ്. വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനിയും ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഇനി അവസാനത്തെ പാഠം. അപ്പോൾ ഈ മൂന്നാമത്തെ പാഠം വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പരമാവധി വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും കമന്റിൽ ചോദിക്കാവുന്നതാണ്, മറുപടി ലഭിക്കുന്നതാണ്. ഇനി അവസാനത്തെ പാഠം അദ്ദർസുർ റാബിഉ ഫിക്റത്തുൻ റായിഅത്തുൻ, മനോഹരമായ ചിന്ത. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അറബിയിലുള്ള ക്വസ്റ്റ്യൻ വാക്കുകളെ കുറിച്ചാണ്. ഏതൊക്കെയാണ് അറബിയിലുള്ള ക്വസ്റ്റ്യൻ വാക്കുകൾ എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ്. ഇവിടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ് അറബിയിലുള്ള ക്വസ്റ്റ്യൻ വാക്കുകൾ? മാതാ, മാതാ എന്ന് പറഞ്ഞാൽ എന്ത്. മാ എന്ന് പറഞ്ഞാലും എന്ത്. പിന്നെ ഐന, ഐന എന്ന് പറഞ്ഞാൽ എവിടെ. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ. അതുപോലെ ഹൽ തുടക്കത്തിൽ വരുമ്പോൾ ഉണ്ടോ എന്നുള്ള അർത്ഥം വരും. മൻ എന്ന് പറഞ്ഞാൽ ആര്. പിന്നെ നഅം ല എന്നീ രണ്ട് പ്രയോഗങ്ങളും. നഅം എന്ന് പറഞ്ഞാൽ യെസ്, ല എന്ന് പറഞ്ഞാൽ നോ, ഉണ്ട് ഇല്ല. ഈ പ്രയോഗങ്ങളാണ് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കൊന്ന് വായിച്ച് അർത്ഥം പറയാം. സാലിമുൻ വ ഷാക്കിറുൻ അഖവാനി, സാലിമും ഷാക്കിറും സഹോദരങ്ങളാണ്. ഹുമാ, കണ്ടോ നമ്മൾ നേരത്തെ പഠിച്ച ലമീർ വരുന്നത് കണ്ടോ. ഹുമാ, അവർ രണ്ടുപേരും. യതഹാദസാനി, അവർ രണ്ടുപേരും സംസാരിക്കുന്നു. ഷാക്കിർ പറയാണ് മാതാ നഫ്അലുൽ യൗം, ഇന്നത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യാ. മാതാ എന്ത്. അപ്പൊ മാതാ നഫ്അലുൽ യൗം, ഇന്നത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യാ. അപ്പൊ സാലിമ പറയാണ് നൽഅബു ബിഖുറത്തിൽ ഖദമി, നമുക്ക് എന്ത് ചെയ്യാം, ഫുട്ബോൾ കളിക്കാം. മാ റഅയുക, എന്താ നിന്റെ അഭിപ്രായം. അപ്പൊ ഷാക്കിർ പറയാണ് നഅം, അതെ, ഓക്കെ. ലാക്കിൻ, പക്ഷേ ഐനൽ ഖുറത്തു, എവിടെയാണ് ബോൾ, എവിടെ. സാലിമുൻ, സാലിമു പറയാണ് ലാ അദ്രി, എനിക്കറിയൂല. മാതാ സനഫ്അലു, പിന്നെ നമ്മൾ എന്താ ചെയ്യാ, അല്ലെങ്കിൽ ഇനി നമ്മൾ എന്താ ചെയ്യാ. അപ്പൊ ഷാക്കിർ ചോദിക്കാണ് ഹൽ തുഹിബ്ബു ലുഅബതൻ അലൽ ഇന്റർനെറ്റ്, നിനക്ക് ഓൺലൈൻ ഗെയിം അറിയോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹല്ല് തുടക്കത്തിൽ വരുമ്പോൾ ചോദ്യമാണ്. ഹൽ തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ. ലുഅബതൻ അലൽ ഇന്റർനെറ്റ്, ഓൺലൈൻ ഗെയിം നീ ഇഷ്ടപ്പെടുന്നുണ്ടോ. അപ്പൊ സാലിമ പറയാണ് ലാ 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 ഉഹിബ്ബുഹ, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഷാക്കിറുൻ, അപ്പൊ ഷാക്കിർ പറയാണ് ഹൽ തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ. ഇത്ആമത് തുയൂരി, പറവകൾക്ക് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കല്ല നീ ഇഷ്ടപ്പെടുന്നുണ്ടോ. അപ്പൊ സാലിമ പറയാണ് നഅം നഅം, അതെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഹാദിഹി ഫിക്റത്തുൻ റായിഅത്തുൻ, ഇത് മനോഹരമായ ഒരു ചിന്തയാണല്ലോ. കൈഫ നുത്ഇമു, എങ്ങനെയാണ് നമ്മൾ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുക. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ. അപ്പൊ ഷാക്കിർ പറയാണ് നൻഷുറു റുസ അലൽ അർളി, നൻഷുറു റുസ അലൽ അർളി, നമുക്ക് എന്ത് ചെയ്യാം, അരി ഭൂമിയിൽ ഇങ്ങനെ വിതറാം. അപ്പോൾ ഫതഅതി തുയൂർ, പക്ഷികളൊക്കെ വരും. സാലിമ പറയാണ് മൻ യഅതി ബിർറുസ്, ആരാണ് അരി കൊണ്ടുവരിക. ഷാക്കിർ പറയാണ് ഹയ്യ നഅതി ബിഹി മഅൻ, നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. വനുതഇമുഹ, നമുക്ക് എന്നിട്ട് പക്ഷികൾക്ക് ഭക്ഷിപ്പിക്കാം. അപ്പോൾ ഈ പാഠത്തിൽ കണ്ടോ മാതാ എന്ത്, മാ എന്ത്, രണ്ടിന്റെയും അർത്ഥം എന്ത് എന്ന് തന്നെയാണ്. നഅം അതെ, ഐന എവിടെ, ലാ ഇല്ല, ഹൽ ഉണ്ടോ, കൈഫ എങ്ങനെ, മൻ ആര്. ഈ വാക്കുകളാണ് ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത്. നസ്അലു വ നുജീബു ജവാബൻ ആഖറ കമാ ഫിൽ മിസാൽ, ഇവിടെ ചോദ്യോത്തരങ്ങളാണ്.
ഇനി അതുപോലത്തെ ഉത്തരം വേറെ മറുപുറത്ത് വിദ്യാർത്ഥികൾ എഴുതുകയാണ് വേണ്ടത്. ഉദാഹരണം മസ്മുക, മാ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അപ്പോ മസ്മുക, എന്താണ് നിന്റെ പേര്? ഉത്തരം ഇസ്മി സഫ്വാൻ. ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള പേര് എഴുതാം. അതുപോലെ മാതാ ഫിയദിക, മാതാ എന്ന് പറഞ്ഞാലും എന്ത് എന്ന് തന്നെയല്ലേ. മാതാ ഫിയദിക, നിന്റെ കയ്യിൽ എന്താണുള്ളത്? ഫിയദി, എന്റെ കയ്യിൽ, കിതാബി, എന്റെ കിതാബാണ്. ഐന മദ്റസതുകി, പെണ്ണിനോടാണ് ചോദ്യം. ഐന മദ്റസതുകി, നിന്റെ മദ്രസ എവിടെയാണ്? അവള് പറയാണ് മദ്റസതി ഫിൽ മദീന, എന്റെ മദ്രസ ടൗണിലാണ്. ഹൽ തുഹിബ്ബുൽ ഖിറാഅ, നീ വായന ഇഷ്ടപ്പെടുന്നുണ്ടോ? നഅം ഉഹിബ്ബുൽ ഖിറാഅ, ഞാൻ വായന ഇഷ്ടപ്പെടുന്നു. ഹൽ ഇൻദക ദറാജത്തുൻ, നിന്റെ അടുക്കൽ സൈക്കിൾ ഉണ്ടോ? ലാ ലൈസ ഇൻദി ദറാജത്തുൻ, എന്റെ അടുക്കൽ സൈക്കിൾ ഇല്ല. അപ്പൊ ഇവിടെയൊക്കെ അടുത്ത ആ ഒരു പൂരിപ്പിക്കാനുള്ള ഭാഗത്തിൽ നിങ്ങൾക്ക് സ്വയമായിട്ടുള്ളത് എഴുതാം. നിങ്ങളുടെ അടുക്കൽ സൈക്കിൾ ഉണ്ടെങ്കിൽ നഅം ഇൻദി ദറാജത്തുൻ അങ്ങനെ എഴുതാം. അതുപോലെ കൈഫ ഹാലുക്കി, എന്താണ് നിന്റെ വിശേഷം? അൽഹംദുലില്ലാഹ് അന ബിഖൈർ. മൻ മഅക, ആരാണ് നിന്റെ കൂടെ? മഈ, എന്റെ കൂടെ. അഖി അൽ കബീർ, എന്റെ വലിയ സഹോദരനാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി ചോദ്യോത്തരങ്ങൾ ഉണ്ട്. ഇനി രണ്ടാമതൊരു ഉത്തരം വിദ്യാർത്ഥികൾ അപ്പുറത്ത് സ്വയമായിട്ട് ഇതുപോലെ തന്നെ എഴുതുകയാണ് വേണ്ടത്. ഉദാഹരണം ഫിയദി കിതാബി, എന്റെ കയ്യിൽ എന്റെ കിതാബാണ് എന്നുള്ളതിന് പകരം ഫിയദി, എന്റെ കയ്യിൽ കലമി, എന്റെ പേനയാണ്. അല്ലെങ്കിൽ മദ്റസതി ഫിൽ മദീന, എന്റെ മദ്രസ ടൗണിലാണ്. അതിന് പകരം മദ്റസതി ഫിൽ ഖറിയ, എന്റെ മദ്രസ എവിടെയാണ്? ഗ്രാമത്തിലാണ്. ഇനി ഹൽ തുഹിബ്ബുൽ ഖിറാഅ, നീ വായന ഇഷ്ടപ്പെടുന്നുണ്ടോ? നഅം ഉഹിബ്ബുൽ ഖിറാഅ, ഞാൻ വായന ഇഷ്ടപ്പെടുന്നു. ഇനി അതിന് പകരം വായന ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ലാ ഉഹിബ്ബുൽ ഖിറാഅ, ഞാൻ വായന ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ ഹൽ ഇൻദക ദറാജത്തുൻ, നിന്റെ അടുക്കൽ സൈക്കിൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ നഅം ഇൻദി ദറാജത്തുൻ, എന്റെ അടുക്കൽ സൈക്കിൾ ഉണ്ട് എന്നതുപോലെ നമ്മൾ അവിടെ സ്വയമായിട്ട് മറ്റു ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നഖ്താറു വനുകമ്മിൽ, തെരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ്. ബ്രാക്കറ്റിൽ ഉത്തരമുണ്ട്, അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഡാഷ് എൽ അബു ബിൽ ഖുറത്തി, പന്ത് കൊണ്ട് കളിക്കുന്നത്. ബ്രാക്കറ്റിൽ എന്താണുള്ളത്? മാ, മൻ, മാത. മാ എന്ന് പറഞ്ഞാൽ എന്ത്, മാത എന്ന് പറഞ്ഞാലും എന്ത്, മൻ എന്ന് പറഞ്ഞാൽ ആര്. അപ്പോൾ ആരാണ് പന്ത് കൊണ്ട് കളിക്കുന്നത് എന്നാണ് കിട്ടേണ്ടത്. ഏതാണ് വേണ്ടത്? മൻ എന്ന് എഴുതി കൊടുക്കണം. രണ്ടാമത്തത് ഡാഷ് തുഹിബ്ബു സിബാഹത, നീ നീന്തൽ ഇഷ്ടപ്പെടുന്നുണ്ടോ? സ്വിമ്മിങ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടോ എന്നുള്ളത് കിട്ടാൻ തുടക്കത്തിൽ എന്ത് ചേർക്കണം എന്നാണ് നേരത്തെ പറഞ്ഞത്? ഹൽ എന്ന് ചേർത്ത് കൊടുക്കണം. ഹൽ തുഹിബ്ബു സിബാഹ, നീ സ്വിമ്മിങ് ഇഷ്ടപ്പെടുന്നുണ്ടോ? മൂന്നാമത്തത് ഡാഷ് ബൈത്തുക, എവിടെയാണ് നിന്റെ വീട് എന്നാണ് വേണ്ടത്. എവിടെ എന്നുള്ളതിനുള്ള വാക്യതായിരുന്നു ഐന. ഐന ബൈത്തുക, എവിടെയാണ് നിന്റെ വീട്. നാലാമത്തത് ഡാഷ് ഫിൽ ഹക്കീബത്തി, ബാഗിൽ എന്താണ്, എന്ത് എന്നുള്ളതിന് എന്തായിരുന്നു? മാത. മാത ഫിൽ ഹക്കീബത്തി. അഞ്ചാമത്തത് ഡാഷ് തദ്ഹബു ഇല സൂഖി, നീ അങ്ങാടിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്. അപ്പോൾ എങ്ങനെ എന്നുള്ളതിന് കൈഫ. കൈഫ തദ്ഹബു ഇല സൂഖി, എങ്ങനെയാണ് നീ അങ്ങാടിയിലേക്ക് പോകുന്നത്. ഇനി ഡാഷ് ഇസ്മു അബീക, നിന്റെ ഉപ്പയുടെ പേര് എന്താണ്. മാ ഇസ്മു അബീക അല്ലെങ്കിൽ മസ്മു അബീക, ഈ രൂപത്തിൽ ശരിയായത് എടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നസിലു ബിൽ മുനാസിബി കമാ ഫിൽ മിസാൽ, താഴെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, അതുപോലെ ബാക്കിയുള്ളത് മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. താഴെ കൊടുത്ത ഉദാഹരണം ഏതാണ്? ഐന ബൈത്തുക്കും, നിങ്ങളുടെ വീട് എവിടെ. ഐന ബൈത്തുക്കും, നിങ്ങളുടെ വീട് എവിടെ. അതുപോലെ താഴെയുള്ളത് ബാക്കിയുള്ളത് നമ്മൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് മാത. മാത എന്ന് പറഞ്ഞാൽ എന്ത്. ഇനി അതിനോട് സ്യൂട്ടായിട്ടുള്ളത് തക്തുബു. രണ്ടാമത്തത് മാത തക്തുബു, നീ എന്താണ് എഴുതുന്നത്. രണ്ടാമത്തത് മാ ഇസ്മുക മസ്മുക, എന്താണ് നിന്റെ പേര്. ഇനി കൈഫ. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ. കൈഫ ഹാലുക്കി. കൈഫ ഹാലുക്കി, എന്തൊക്കെയാണ് വിശേഷം എന്നർത്ഥം. പിന്നെ ഐന ബൈത്തുക്കും, അവിടെ ഓൾറെഡി ഉണ്ട്. ലാസ്റ്റത്തെ മൻ ഉസ്താദുക, ആരാണ് നിന്റെ ഉസ്താദ്. ഇതുപോലെ ശരിയായ രൂപത്തിൽ മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇനി നഖറഉ വനസ്അലു കമാ ഫിൽ മിസാൽ, ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ഉണ്ട്, നമ്മൾ ചോദ്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഉത്തരമുണ്ട്, ചോദ്യം നമ്മൾ ഉണ്ടാക്കണം. യഖറഉ സാലിമുൻ അൽ ഖുർആന, സാലിമു ഖുർആൻ ഓതുന്നു. അതിന്റെ ചോദ്യം എന്താണ്? ആരാണ് ഖുർആൻ ഓതുന്നത്. മൻ യഖറഉൽ ഖുർആന, ആരാണ് ഖുർആൻ ഓതുന്നത്. അതിന്റെ ഉത്തരം യഖറഉ സാലിമുൻ അൽ ഖുർആന, സാലിമു ഖുർആൻ ഓതുന്നു.
ഇനി ബാക്കിയുള്ളത് ഇവിടെ ഉത്തരങ്ങളുണ്ട്, നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. നഅം സമിഅത്തുൽ അദാന, നഅം അതെ, സമിഅത്തുൽ അദാന ഞാൻ ബാങ്ക് കേട്ടു. അപ്പോൾ അതിന്റെ ചോദ്യം എന്താണ്? നീ ബാങ്ക് കേട്ടോ എന്നല്ലേ? അതിന് ഹൽ വെച്ച് തുടങ്ങിയാൽ മതി. ഹൽ സമിഅത്തൽ അദാന, ഹൽ സമിഅത നീ കേട്ടോ, അൽ അദാന ബാങ്ക് കേട്ടോ. അപ്പൊ സമിഅത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടു എന്നാ. അപ്പൊ നീ കേട്ടോ എന്നുള്ളതിന് സമിഅത എന്നാക്കിയാൽ മതി. ഹൽ സമിഅത്തൽ അദാന നീ ബാങ്ക് കേട്ടോ. ഇനി അടുത്തത് ഹഖീബത്തി അല താവില, എന്റെ ബാഗ് മേശപ്പുറത്താണ്. അതിന്റെ ചോദ്യം എന്താ വരിക? നിന്റെ ബാഗ് എവിടെയാണ് എന്നല്ലേ? ഐന എവിടെ എന്നുള്ളതിന് ഐന എന്നല്ലേ? ഐന ഹഖീബത്തുക, ഐന ഹഖീബത്തുക നിന്റെ ബാഗ് എവിടെയാണ്? ഇനി അടുത്തത് യൽഅബു സാലിമുൻ ബിൽ ഖുറത്തി, യൽഅബു സാലിമുൻ ബിൽ ഖുറത്തി സാലിം ബോൾ കൊണ്ട് കളിക്കുന്നു. അപ്പോൾ അതിന്റെ ചോദ്യം എന്താണ്? ആരാണ് ബോൾ കൊണ്ട് കളിക്കുന്നത് എന്നല്ലേ? മൻ യൽഅബു ബിൽ ഖുറത്തി, മൻ യൽഅബു ബിൽ ഖുറത്തി ആര് എന്നുള്ളതിന് മൻ എന്നല്ലേ? മൻ യൽഅബു ബിൽ ഖുറത്തി. അടുത്തത് അൽഹംദുലില്ലാ അന ബിഖൈർ, അൽഹംദുലില്ലാ എനിക്ക് സുഖാണ്. എന്താണ് ചോദ്യം? കൈഫ ഹാലുക. അടുത്തത് ഇസ്മി ഖദീജ, എന്റെ പേര് ഖദീജയാണ്. അപ്പോൾ പെണ്ണിനോടുള്ള ചോദ്യം, പെണ്ണാണ് പറയുന്നത് ഇസ്മി ഖദീജ, എന്റെ പേര് ഖദീജയാണ്. അപ്പോൾ എന്താ ചോദ്യം വേണ്ടത്? മസ്മുക്കി, മസ്മുക്കി എന്താണ് നിന്റെ പേര്? ഇസ്മി ഖദീജ. അടുത്തത് ലാ ലൈസ ഇന്ദി ജവാലുൻ, ഇല്ല എന്റെ അടുക്കൽ മൊബൈൽ ഇല്ല. അതിന്റെ ചോദ്യം എന്താണ്? നിന്റെ അടുക്കൽ മൊബൈൽ ഉണ്ടോ? ഹൽ വെച്ച് തുടങ്ങിയാൽ മതി. ഹൽ ഇൻദക ജവാലുൻ, നിന്റെ അടുക്കൽ മൊബൈൽ ഉണ്ടോ? ഇതുപോലെ ഉത്തരങ്ങൾ തന്നിട്ട് ചോദ്യം എഴുതാനുണ്ടാവും, അല്ലെങ്കിൽ ചോദ്യങ്ങൾ തന്നിട്ട് ഉത്തരങ്ങൾ എഴുതാനുണ്ടാകും. അതുകൊണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ അറബിയിലുള്ള ഈ ചോദ്യവാക്കുകൾ പഠിച്ചിരിക്കുക. ഇനി നഖ്റഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹു അദവാത്തിൽ ഇസ്തിഫ്ഹാം, താഴെയുള്ള ഖുർആനിക ആയത്തുകളിൽ നിന്ന് ചോദ്യവാക്കുകൾ കണ്ടെത്താനാണ്. വമാ അദ്റാക മൽ ഹുതമ, അതിലേതാണ്? മാ, മാ എന്ത് എന്നുള്ള അർത്ഥം. ഹൽ അതാക ഹദീസുൽ ഗാഷിയ, അതിൽ ഹൽ. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു, അതിൽ മൻ. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, അതിൽ മാദാ എന്നുള്ളത്. ഐന ശുറകാഉകും, അതിൽ ഐന. കൈഫ തക്ഫുറൂന ബില്ലാഹ്, അതിൽ കൈഫ. ഇതാണ് 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ലിസാനിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട 4 പാഠങ്ങൾ. നിർബന്ധമായും വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടെ ഈ ലിസാനുൽ ഖുർആൻ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. നിർബന്ധമായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.